ഹായ് എല്ലാവർക്കും മിലാക്കാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാ പ്രാവശ്യം നമ്മൾ ബീഫും കൂർക്കല്ല, ഇന്ന് നമ്മൾ മാറ്റി പിടിച്ചു ചിക്കനും കൂർക്കയും. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോട്ടാം. ഇന്നാണ് സ്പെഷ്യൽ. നമ്മൾ ഇത്ര നാളും ബീഫും കൂർക്കല്ല വെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് ചിക്കനും കൂർക്കയും. അപ്പൊ നമുക്ക് എന്തൊക്കെ വേണമെന്ന് കാണിക്കണ്ട. അപ്പൊ 2 കിലോ ചിക്കൻ, 2 കിലോ ചിക്കനിൽ നമ്മൾ കുറച്ചൊക്കെ പോയി അതിനുള്ളിൽ 2 ലെഗ് പീസ് മാറ്റി വെച്ചു. അപ്പൊ ചിക്കനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ 1/2 കിലോ കൂർക്കയോ അല്ലെങ്കിൽ 1 കിലോ ഒന്നും വേണ്ടത്, ഒരു പിടിത്തോ ഞാൻ ചെറിയൊരു പ്ലേറ്റിലാണ് എടുത്ത് വെച്ചേക്കുന്നത്. കൂർക്ക നന്നാക്കി വെച്ചിട്ടുണ്ട്. 2 സബോള സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 തണ്ട് കറിവേപ്പില, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, പിന്നെ 2 കുടം വെളുത്തുള്ളി, പിന്നെ ഒരു നാളികേരത്തിൻ്റെ പകുതി കുത്ത്. നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ: 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം നമ്മുടെ ഗരം മസാല, 2.5 ടീസ്പൂൺ സാദാ മുളക് പൊടി. ഇത് നമ്മളിതിൽ പച്ചമുളക് ചേർക്കണം കൊണ്ടാണ് ഇത്ര മുളക് പൊടി 2.5 ടീസ്പൂൺ. ഇത് കളറിന്, കാശ്മീരി കളറിന് വേണ്ടിയിട്ട്. കറിയൊക്കെ ശരിയാക്കാനായിട്ട് ഉരുളി എടുത്ത് വെച്ചു. ഇനി അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം ചേർക്കാൻ പോണത് സബോളയാണ് കേട്ടോ. നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. സബോള വാടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇങ്ങനെ കറിവേപ്പില, 3 തണ്ട് കറിവേപ്പില കേട്ടോ, അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നാളികേര കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചിയാണ്. അപ്പം നമ്മൾ ആദ്യം വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തേക്കണത്. വെളുത്തുള്ളിയൊക്കെ ഞാൻ നീളനെ കീറി വെച്ചേക്കുന്നത് കേട്ടോ. അതുപോലെ ഇഞ്ചി അതെ, നിങ്ങൾക്ക് ചതച്ചോ പേസ്റ്റ് രൂപത്തിലാ എങ്ങനെ വേണമെങ്കിലും ആക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നമുക്കൊന്ന് വാടി വരണം, നന്നായി വാടി വരണം. പിന്നെ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ സബോളയൊക്കെ നല്ല പോലെ വാടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തീ നന്നായി കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം എല്ലാ പൊടിയും കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്ക് കൂട്ടി യോജിപ്പിച്ച് നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറണ വരയ്ക്ക് ഇളക്കി കൊടുക്കാം. പൊടികളിലേക്ക് പച്ചമണക്ക് മാറി നല്ല പോലെ മൂത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടും കൂർക്കയും കൂടി ഒരുമിച്ചാണ് വെക്കുന്നത് കേട്ടോ. അപ്പോൾ കൂർക്കയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊടികളായിട്ട് കൂട്ടി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ പൊടികളായിട്ട് നമ്മൾ ചിക്കനും കൂർക്കയും മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കാരണം ചിക്കനിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. നമുക്കിത് മൂടി വയ്ക്കാം കേട്ടോ. അപ്പോൾ ചിക്കനിൽ വെള്ളമുള്ള കാരണം നമ്മൾ ഗ്ലാസോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കണേ. അപ്പോൾ അത് മൂടി വെച്ച് വയ്ക്കാം. കറി എന്തായി നമുക്ക് നോക്കാം കേട്ടോ. തിളച്ചോ നോക്കാം നമുക്ക്. തിളച്ച് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് തിളയ്ക്കണം. നമുക്കൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതെ, ചിക്കനിൽ വെള്ളമുള്ള കാരണം കൊണ്ടാ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു തക്കാളിയും കൂടിയും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടാവുന്നു പറയാൻ ഞാൻ വിട്ടുപോയതാണ്, നിങ്ങൾ കണ്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ഇപ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വയ്ക്കാം. തക്കാളിക്ക് വെന്തിട്ട് നമുക്ക് ഉപ്പ് നോക്കാം കേട്ടോ. ഇവിടെ നമുക്കിത് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പം ഇനി തുറന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഇതിൻ്റെ മൂടി പൊട്ടിയ കാരണം നമുക്ക് പിടിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടല്ലേ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിക്ക് കണ്ട നന്നായി വെന്ത് അലിഞ്ഞു പോയി. ഇനി ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് നോക്കാം നമുക്ക്. ഉപ്പുണ്ടോ നോക്കാം. വേണ്ട നോക്കിയാ ഇത്തിരി കുറവുണ്ട്. സ്വല്പം ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിത് കുറച്ചും കൂടി ഒന്ന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പോരായത്തത്.
ചിക്കൻ ഒന്നും വേവായിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഇനി വീണ്ടും മൂടി വെച്ചിട്ടൊന്നുകൂടി വേവിക്കാം. കറി എന്തായി നോക്കി നോക്കാട്ടോ. അമ്പോ നോക്കിയേ, ഈ നന്നായി കുറച്ചിട്ടും വാങ്ങി വരുന്നുണ്ടല്ലേ. ഇത് നോക്കിയാ അതെ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് കൂർക്കൊക്കെ നന്നായി വെന്തുണ്ട് കേട്ടോ. അപ്പൊ ഇനി നമുക്കിത് ചാറുണ്ടല്ലോ ഇരുന്ന് പറ്റും. കൂർക്കൊക്കെ നല്ലോണം മുളകൊക്കെ പിടിച്ചതേ കണ്ട നല്ല സെറ്റായി കുഴമ്പ് പരുവത്തില്. അപ്പൊ എന്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റാ ബൈ ബൈ.